ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ്. ഇത് ക്രൈമുമായിട്ട് റിലേറ്റഡ് സെക്കൻഡ് വീഡിയോ ആണ്. ഓക്കെ, ഫസ്റ്റ് റീച്ച് എ യുനാനിമസ് അല്ലെങ്കിൽ മെജോറിറ്റി വെർഡിക്റ്റ്. സോ വെർഡിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വിധി എന്നാണ്. യുനാനിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവരും എഗ്രി ഇൻ കംപ്ലീറ്റ് അക്കോർഡ് ഓഫ് വൺ മൈൻഡ് യുണൈറ്റഡ്, അതായത് എല്ലാവരും കൂടെ ഒന്നിച്ച് എഗ്രി ചെയ്യുന്നതിന് പറയുന്ന യുനാനിമസ്. A unanimous അല്ലെങ്കിൽ majority verdict. Okay, after 2 days the jury judge reached their verdict. 2 ദിവസത്തെ ഡിസ്കഷന് ശേഷം reach their verdict. ഇനി റിട്ടേൺ എ വെർഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. റിട്ടേൺ എ വെർഡിക്റ്റ് എന്ന് വെച്ചാൽ ടു ഗീവ് എ ഡിസിഷൻ അബൌട്ട് സംതിങ് ഇൻ കോർട്ട്. അതായത് ഡിസിഷൻ എടുക്കുന്നതിനാണ് റിട്ടേൺ എ വെർഡിക്റ്റ് എന്ന് പറയുന്നത്. ടേക്ക് എ ഡിസിഷൻ ആണ് പറയുന്നത്. എന്താണ് റിട്ടേൺ വെർഡിക്റ്റ്. ഓക്കെ, സോ റിട്ടേൺ എ വെർഡിക്റ്റ് ടു ഗീവ് എ ഡിസിഷൻ അബൌട്ട് സംതിങ് ഇൻ എ കോർട്ട്. സോ റിട്ടേൺ അതിന് വെർഡിക്റ്റിന് എൻ്റെ ഒരു ഇതുപോലെ എന്തൊക്കെ പറയാം. റിട്ടേൺ എ വെർഡിക്റ്റ്, ഡെലിവർ എ വെർഡിക്റ്റ്, record a verdict. So return, deliver, record a verdict of not guilty. ഗിൽറ്റി അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗിൽറ്റി ആണെന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ബി ഫൗണ്ട് ഗിൽറ്റി ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ നിയമങ്ങൾ വെർഡിക്റ്റ് എന്ന് പറയുമ്പോൾ ജഡ്ജ് നിയമം പാസ്സാക്കുമ്പോൾ ഒരു ആരോപിക്കുന്നതിന് എങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഫൈൻഡ് അല്ലെങ്കിൽ കണ്ടുപിടിച്ചു, ഫൗണ്ട് ഗിൽറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ബി ഫൗണ്ട് കണ്ടെത്തിയത് പോലെയാണ്, അങ്ങനെയാണ് നിയമം വിധി പാസ്സാക്കുന്നത്. ബി ഫൗണ്ട് ഗിൽറ്റി അല്ലെങ്കിൽ നോട്ട് ഗിൽറ്റി. ഹിസ് ഫിംഗർ പ്രിൻറ്റ്സ് വേർ ഓൺ ദ ഗ്രൗണ്ട്. കാൾ വാസ് ഫൗണ്ട് ഗിൽറ്റി. ഫൗണ്ട് ഫൈൻഡ്. ഇപ്പം ഡു ക്രൈമിന് പകരം കമ്മിറ്റ് എ ക്രൈം എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റ് ആൻ ഒഫൻസ് എന്ന് പറയും. ഡു ഒഫൻസ് എന്ന് പറയത്തില്ല. അതുപോലെയാണ് ബി ഫൗണ്ട് ഗിൽറ്റി. കാൾ വാസ് ഫൗണ്ട് ഗിൽറ്റി. ഹിസ് ഫിംഗർ പ്രിൻറ്റ്സ് വേർ ഓൺ ദ ഗൺ. അതുകൊണ്ടാണ് വാസ് ഫൗണ്ട് ടു ബി ഗിൽറ്റി. ഇനി കൺവിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗിൽറ്റി ആണെന്ന് പറയുന്നതിനാണ് കൺവിക്റ്റ്. അതായത് അവരെ സെൻറ്റൻസ് ചെയ്യും. ഇപ്പോൾ പ്രിസണർ അല്ലെങ്കിൽ ഇൻമേറ്റ്, ക്രിമിനൽ, അവരൊക്കെ ലോ ബ്രേക്കർ എന്താണ്, അവർ തെറ്റ് ചെയ്തവരാണ്, അവർ കൺവിക്റ്റ്. എന്നാൽ അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധിനെയാണ് അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്. അതായത് പിന്നെ ജഡ്ജ് ജൂറി സെൻറ്റൻസ് ചെയ്യുമ്പോൾ അവരത് എന്താ നിരപരാധിയാന്ന് പറയുന്നതിനാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ഹി വാസ് അക്യൂറ്റഡ് ആൻഡ് അലൗഡ് ടു ഗോ ഫ്രീ. തിരിച്ചു പൊക്കോ, ഫ്രീ ആയി. അക്യൂറ്റഡ് ആൻഡ് അലൗഡ് ടു ഗോ ഫ്രീ. എത്ര ക്രിമിനൽസ് ആണ് നമ്മുടെ അവിടെ അക്യൂറ്റഡ് ആവുന്നത്. Now secure a conviction or your acquittal. So acquittal, convict, conviction, get a conviction. Secure അല്ലെങ്കിൽ get a conviction. Secure അല്ലെങ്കിൽ get a conviction. ആർട്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. ആർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷനലായിട്ട് തീ, അതായത് ഒരു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യണം തീ വെച്ചിട്ട്, ഫയർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പുട്ട് എ ഫയർ എന്ന് പറയത്തില്ല, സെറ്റ് എ ഫയർ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ പുട്ട് എ ഫയറിനല്ല അവിടെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് എ ഫയറിന്. അതുകൊണ്ടാണ് സെക്യൂർ അല്ലെങ്കിൽ ഗെറ്റ് എ കൺവിക്ഷൻ എന്നാണ് ഇവിടെ പ്രോപ്പറായിട്ട് വരുന്നത്. എസ്കേപ്പ് കൺവിക്ഷൻ. ഓക്കെ, ഹി ബിലീവ്സ് ദാറ്റ് too many defendants are escaping conviction by claiming that they are insane. ഓക്കെ, പണ്ടത്തെ പോലെയല്ല. ഒത്തിരി പേര് ഇപ്പം എന്താ ഇൻസെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെൻ്റലി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പറയുന്നത് ഓക്കെ എസ്കേപ്പ് കൺവിക്ഷൻ. നൗ ലോഡ്ജ് ഓർ ഫയൽ ആൻഡ് അപ്പീൽ. അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർട്ടിൽ നിന്ന്, ഇപ്പോൾ ചെറിയൊരു കോർട്ടിൽ നിന്ന് അടുത്ത കോർട്ടിലേക്ക് പോകത്തില്ല, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അതിനാണ് അപ്പീലിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ എങ്ങനെയാണ് ലോഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഫയൽ ആൻഡ് അപ്പീൽ. ഓക്കെ, ലോഡ്ജ് ടു മേക്ക് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സംതിങ് ടു എ പബ്ലിക് ഓർഗനൈസേഷൻ. അപ്പീൽ
ഇത് C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ C2 എന്ന് വെച്ചാൽ CPA എക്സാമിൻ്റെ ഒബ്ജക്റ്റ് പ്രൊഫിഷ്യൻസിയുടെ ബേസ്ഡ് ആയിട്ടൊരു സൈറ്റിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ലോഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് സംതിങ്. അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫോർമൽ റിക്വസ്റ്റ്, അത് തന്നെയാണ് ഈ ലോഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അപ്പീലിന് പോവുക. ഓക്കെ, ടു ഫയൽ ആൻ അപ്പീൽ. അപ്പം അപ്പീൽ എഗെയിൻസ്റ്റ് എന്തിനൊക്കെ അപ്പീലിന് പോകുന്നത്? എഗെയിൻസ്റ്റ് കൺവിക്ഷൻ. കൺവിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ തെറ്റാന്ന് വിധിക്കുന്നതിനാണ് കൺവിക്ഷൻ. വെർഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമത്തിനെതിരെ. ടു അല്ലെങ്കിൽ അപ്പീൽ ചാലഞ്ച് അല്ലെങ്കിൽ അപ്പീൽ എഗെയിൻസ്റ്റ് എ ചാലഞ്ച് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്ഹോൾഡ് സംതിങ്. അപ്ഹോൾഡ് സംതിങ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഓഫ് എ കോർട്ട് ഓഫ് ലോ. അതായത് ടു എഗ്രി ദാറ്റ് എ പ്രീവിയസ് ഡിസിഷൻ വാസ് കറക്റ്റ്. അപ്ഹോൾഡ് സംതിങ് അതായത് തന്നെ അതേപോലെ തന്നെ നിൽക്കുന്നതിനാണ് അപ്ഹോൾഡ്. അതായത് എഗ്രി, പ്രീവിയസ് ആയിട്ട് എടുത്ത തീരുമാനം കറക്റ്റാണെന്ന് ശരിയാണെന്ന് വെക്കുന്നതിനാണ് പറയുന്നത് അപ്ഹോൾഡ് സംതിങ്. ടു അപ്ഹോൾഡ് എ കൺവിക്ഷൻ, അതായത് വേറെ കോർട്ടിൽ പോയിട്ടൊന്നും കാര്യമില്ല. ടു അപ്ഹോൾഡ് എ കൺവിക്ഷൻ. പാസ് സെൻറ്റൻസ് ഓൺ സംബഡി. സെൻറ്റൻസ് എന്ന് വെച്ചാൽ വിധി, പണിഷ്മെൻറ്റ്. പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പറയുക ഇന്നതാണ് സെഡ് വാട്ട് ദ പണിഷ്മെൻറ്റ് വുൾ ബി. എന്ത് പണിഷ്മെൻ്റ് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നതിനാണ് സെഡ് വാട്ട് ദ പണിഷ്മെൻറ്റ് വുൾ ബി. അതിനാണ് പാസ് സെൻറ്റൻസ് ഓൺ സംബഡി. ഇനി ലൈഫ് സെൻറ്റൻസ്, അതായത് ജീവിതകാലം മൊത്തം ലൈഫ് സെൻറ്റൻസിനെ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പറയുക? ക്യാരി എ ലൈഫ് സെൻറ്റൻസ്. ഓക്കെ, ക്യാരി ലൈഫ് സെൻറ്റൻസ്. അല്ലെങ്കിൽ സെർവ് എ 7 year, 7 കൊല്ലം സെർവ് ചെയ്യാം. ഇപ്പം മിലിറ്ററിയിൽ സെർവ് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ സെർവ് 7 years, സർവ് 7 years, 7 കൊല്ലം ജയിലായിരുന്നു. റിസീവ് ഓർ ബി ഗിവൺ ദ ഡെത്ത് പെനാൽറ്റി. ഓക്കെ, നൗ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലുന്നതിനല്ല, അവസാനം പല രീതിയിൽ കൊല്ലാൻ പറ്റും. ഒന്ന് ഇഞ്ചക്ഷൻ, ലീത്തൽ ഇഞ്ചക്ഷൻ, പോയ്സണസ് ആയ ഇഞ്ചക്ഷൻ, ഇലക്ട്രോക്യൂഷൻ അതായത് ഇലക്ട്രിക് ചെയറിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ തൂക്കിക്കൊല്ലൽ. ഓക്കെ, ഫയറിംഗ് സ്ക്വാഡൊക്കെ ഉണ്ട്, അതായത് വെടിവെക്കുന്നതിന് ഫയറിംഗ് സ്ക്വാഡ്. ഏറ്റവും ബെറ്റർ ആയിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഏതാന്ന് വെച്ചാൽ ഫയറിംഗ് സ്ക്വാഡാണ്. കാരണം പെട്ടെന്ന് മരിക്കാൻ പറ്റും, അതാണ് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും അത്ര പെട്ടെന്ന് മരിക്കുന്നില്ല. ഇപ്പം അതിനൊരു ഒത്തിരി വിഷയങ്ങൾ നടക്കുന്നൊരു വിഷയമാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ഇത് തെറ്റോ ശരിയോ, ബ്രൂട്ടലാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, അതുതന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കിട്ടും. പബ്ലിക് അല്ലെങ്കിൽ ഇതൊരു എസ്സേ ടോപ്പിക്സ് ആണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പബ്ലിക് ഒപ്പീനിയൻ വാസ് ഇൻ ഫേവർ ഓഫ് ബ്രിങ്ങിങ് ബാക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. അതായത് ഒത്തിരി സ്ഥലത്ത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് ഇൻഹ്യൂമെയിൻ നേച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ സിവിലൈസ്ഡ് ആയ ഒരു ആൾക്കാർ ഇത് ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ വാദങ്ങൾ നടക്കുന്നത്. ബി സെൻറ്റൻസ് ടു 10 years. The judge. സോ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒന്നെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നവരും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആയിരിക്കുന്നവരും. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നവരെന്താണ് പറയുന്നത്? അതായത് നമ്മുടെ വിക്ടിം അല്ലെങ്കിൽ ആ ഫാമിലി ഓഫ് ആ വിക്ടിമിന് ഒരു നീതി കിട്ടണമെങ്കിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണം. അതാണ് ഒരു സെറ്റ്. ഓക്കെ, മറ്റേ ഓക്കെ അവർ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഓർഗൻസ് എല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച ആളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ കൊലപാതകത്തിൽപ്പെട്ടവരുടെ ഓർഗൻസിനൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ ക്രൂവാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിനെ, അതായത് ഈ കൊന്ന വ്യക്തിനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ചോദിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നവർ. ഓക്കെ, ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൗദി അറേബ്യ. അവിടെ ഒത്തിരി ക്രൈം റേറ്റ് കുറവാണ്. പക്ഷേ വേറെ ഇപ്പം മറുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിച്ചവരുടെ ഇൻമേറ്റ്സ് എന്ന് വെച്ചാൽ ആ പ്രിസണറിൽ താമസിക്കുന്നവർക്ക് പോലും അവർ തെറ്റ് ചെയ്തു നോട്ട് ഗിൽട്ടി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല.
അപ്പം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊണ്ട് മറ്റുള്ളവരെ ത്രട്ടൺ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വാദം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് എടുക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മളിപ്പോഴും സിവിലൈസ്ഡ് ആയ സൊസൈറ്റിയാണ് ഇത്. അപ്പം ഇത് വളരെ ഇൻഹ്യൂമെയിൻ നേച്ചറാണ്. ഇതൊക്കെയാണ് ഒരു സൈഡിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് എഗെയിൻസ്റ്റ്. ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻസ് ആയ ആൾക്കാരെയാണ് കിൽ ചെയ്യുന്നത്. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് തെളിഞ്ഞു വരുന്നത്. സോ ഇതൊക്കെയാണ് മറു സൈഡ്. സോ ഇതൊരു എസ്ഐ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ബി സെൻറ്റൻസ് ടു 10 years. The judge sentenced him to 10 years in prison. ഇനി കണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ to say what somebody's punishment will be. എന്ത് പണിഷ്മെൻ്റ് ആണ് പറയുന്നതിനെയാണ് കണ്ടംപ്റ്റ്. He was condemned to death. കൺവിക്ഷൻ എന്ന് വെച്ചാൽ എന്താ നേരത്തെ പഠിച്ചത്? കൺവിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളിയാണ് കണ്ടുപിടിക്കുന്നതിനാണ് കൺവിക്ഷൻ. കണ്ടംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഓക്കെ നിങ്ങൾ ഇന്ന തെറ്റാണ് അല്ലെങ്കിൽ ഇന്ന പണിഷ്മെൻ്റ് ആണ്, അതിനാണ് ഹി വാസ് കണ്ടംപ്റ്റ് ടു ഡെത്ത് ഫോർ മർഡർ. ഹി വാസ് കണ്ടംപ്റ്റ് ടു ഡെത്ത് ഫോർ മർഡർ. ചില സമയത്ത് ഹൈലൈറ്റർ വർക്ക് ചെയ്യത്തില്ല. Okay, he was condemned to death for murder. അല്ലെങ്കിൽ condemn somebody to do something. ഇനി fine, pay a fine, impose a fine. See, impose a fine, a penalty. ഇതൊക്കെ സില്ലി പെറ്റി ക്രൈംസിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സി ഇപ്പം ഓക്കെ ഇതിനകത്ത് ഇപ്പോൾ വരുന്നില്ല, ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയാൻ. ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മർഡർ എന്ന് പറയും. ഓക്കെ, പക്ഷെ അതിനെ ഫോർമലായിട്ട് പറയുന്നത് ഹോമിസൈഡാണ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കൊല്ലുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതിനെ മാൻസ്ലോട്ടർ എന്ന് പറയും. അറിയാണ്ട് ചെയ്ത തെറ്റാണ് മാൻസ്ലോട്ടർ. സോ ഇത് എക്സ്ട്രാ വരുന്ന വൊക്കാബുലറീസ് ആണ്. ഓക്കെ, ഒന്ന് ജയിലിൽ പോകുന്നൊരവസ്ഥേനെ എന്താ പറഞ്ഞാൽ ഇംപ്രിസൺ അല്ലെങ്കിൽ ഇംപ്രിസൺ നല്ല വൊക്കാബുലറി ആയിരിക്കും. ഇമ്പോസ് എ ഫൈൻ ആയിരിക്കും നല്ല വൊക്കാബുലറി. ജയിൽ ഫോർ ഡ്രഗ് പൊസഷൻ, ഫ്രോഡ് ഓർ മർഡർ. സെർവ് 10 years. ഓക്കെ, പുട്ട് സംബഡി ഇൻ ജയിൽ ഓർ പ്രിസൺ. ജയിലിൻ്റെ വേറെ പേരെന്താണ്? സിനോണിയം, പ്രിസൺ. സി കമ്മ്യൂണിറ്റി സർവീസ്. ഏറ്റവും അതായത് ഇൻഫ്രാക്ഷൻ ചെറിയ തെറ്റിനെയൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് കൊടുത്താൽ മതി. ക്രിമിനൽസ് ഹൂസ് ക്രൈം വാസ് നോട്ട് സീരിയസ് ഇനഫ് ഫോർ ദം ടു പുട്ട് ഇൻ എ പ്രൈം ആർ സംടൈംസ് ഓർഡേർഡ് ടു ഡു കമ്മ്യൂണിറ്റി സർവീസ്. അവർക്ക് ഓർഡർ കൊടുക്കുന്നത് ഓർഡർ ടു ഡു കമ്മ്യൂണിറ്റി സർവീസ്. ഡെത്ത് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ death row എന്ന് പറഞ്ഞാൽ the cells in a prison for prisoners who are waiting to be killed as punishment for a serious crime. ഒരു സീരിയസ് ക്രൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ പ്രിസണേഴ്സ് ആർ ഓൺ ഡെത്ത് റോ. അതായത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് പോകുന്ന ഡെത്ത് പെനാൽറ്റിക്ക് പോകുന്നവരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അതിൻ്റെയാണ് പറഞ്ഞത് പ്രിസണേഴ്സ് ഓൺ ഡെത്ത് റോ. ഇനി പരോൾ അറിയാലോ. ഒന്ന് ഗ്രാൻഡഡ് പരോൾ, ഡിനൈഡ് പരോൾ, ബ്രേക്ക് പരോൾ. പരോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക്. പെർമിഷൻ ദാറ്റ് ഈസ് ഗിവൺ ടു എ പ്രിസണർ ടു ലീവ് പ്രിസൺ ബിഫോർ ദ എൻഡ് ഓഫ് ദിയർ സെൻറ്റൻസ് ഓൺ കണ്ടീഷൻ ദാറ്റ് ദേ ബിഹേവ് വെൽ. നന്നായിട്ട് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലത്തേക്ക് അതായത് നേരത്തെ തന്നെ ബിഫോർ ദ എൻഡ് ഓഫ് ദിയർ സെൻറ്റൻസ്. ആ 2 വർഷമാണ് സെൻറ്റൻസ് ആ ജയിലിൽ കിടക്കേണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യുന്നതിനാണ് പരോൾ എന്ന് പറയുന്നത്. She was released on parole. Next, probation. A system that allows a person who has committed a crime not to go to prison if they behave. അതായത് പ്രൊബേഷൻ എന്ന് വെച്ചാൽ ഒരു കാലഘട്ടം. the prisoner was put on probation. അതായത് ഒബ്സർവേഷനിലായിരിക്കും നല്ല സ്വഭാവമാണോ എന്നുള്ള, അതിനെയാണ് പ്രൊബേഷൻ പീരീഡ്. ഓക്കെ, പറ്റുമോ എന്നുള്ള, നന്നായിട്ട് ബിഹേവ് ചെയ്യുമോ എന്ന്.
കമ്മിറ്റിംഗ് എ ക്രൈം. ഓക്കെ, കമ്മിറ്റ് എ ക്രൈം അല്ലെങ്കിൽ കമ്മിറ്റ് ആണ്. കമ്മിറ്റ് എ ക്രൈം അല്ലെങ്കിൽ എന്തൊക്കെ, കമ്മിറ്റ് എ മർഡർ, കമ്മിറ്റ് എ വയലന്റ് അസോൾട്ട്. അസോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫിസിക്കലായിട്ട് ഇഞ്ചുറി ചെയ്യുന്നതിനാണ് അസോൾട്ട് എന്ന് പറയുന്നത്. ബ്രൂട്ടൽ കില്ലിംഗ്, കമ്മിറ്റ് ബ്രൂട്ടൽ കില്ലിംഗ്, കമ്മിറ്റ് എ ബ്രൂട്ടൽ കില്ലിംഗ് ആൻഡ് കമ്മിറ്റ് ആൻ ആർംഡ് റോബറി. ഓക്കെ, ഇതാണ് അസോൾട്ട്. അസോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ആയിട്ട് ഇഞ്ചുറി ചെയ്യുന്ന. ബോത്ത് വെൻ were charged with assault. ഇനി അസോൾട്ട് ആൻഡ് ബാറ്ററി, ഇത് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫിസിക്കലി ഇഞ്ചുറി, ത്രെറ്റനിങ് ടു ഹാം സംബഡി. ആ ഫിസിക്കൽ ഇഞ്ചുറി, ഫിസിക്കലി അറ്റാക്കിംഗ് ദ ഫിസിക്കലായിട്ട് ഇഞ്ചുറി ചെയ്യുന്നതിനാണ് ഈ അസോൾട്ടും അല്ലെങ്കിൽ അസോൾട്ട് ആൻഡ് ബാറ്ററി എന്ന് പറയുന്നത്. ഹി വാസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് അസോൾട്ട് ആൻഡ് ബാറ്ററി. പിന്നെ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുക, ബി ഇൻവോൾവ് ഇൻ ടെററിസം, എ സസ്പെക്റ്റഡ് ആസൺ. ഓക്കെ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഓക്കെ, ഇതൊക്കെ ക്രൈമാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്. സ്മഗ്ലിംഗ്, ഡ്രഗ് സ്മഗ്ലിംഗ്. കുറച്ചും കൂടെ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് എ കൺട്രീനെയാണ് ഈ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത്. വിത്തിൻ ദ കൺട്രി അല്ല, ഔട്ട് ഓഫ് എ കൺട്രി. അത് സീക്രട്ട്ലി ആയിരിക്കും, ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ബ്രിങ്ങിങ് ഗുഡ്സ്, സ്മഗിൾ. ഓക്കെ, സ്മഗിൾ ഡ്രഗ്സ്. എന്തൊക്കെയാണ് സ്മഗിൾ ചെയ്യാൻ പറ്റുന്നത്? ഡ്രഗ്സ്, വെപ്പൺസ്, ആംസ്, ഇമിഗ്രൻറ്റ്. ഇപ്പോൾ ഒരു ബോട്ടിനകത്ത് ഒരു ബോട്ടോ ഷിപ്പിനകത്ത് ഒരു ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവർ ചെയ്തൊരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെന്ത് സ്മഗിൾ ചെയ്യുവാണ്, കാരണം അവർ എങ്ങനെയെങ്കിലും ആ ബോർഡർ ക്രോസ് ചെയ്യുവാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ ബോർഡർ. സ്മഗ്ലർ, ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് ആംസ് മീൻസ് ഇതും ഇല്ലീഗലായിട്ട് പോകുന്നതിനെയാണ് പറയുന്നത് ട്രാഫിക്കിംഗ്. ആ ചെയ്യുന്ന ഒരു വ്യക്തിനെ ട്രാഫിക്കർ, ഡബിൾ എഫ് ഉണ്ട്, ICKER. ഓക്കെ, ഡ്രഗ് ഡീലിംഗ്, ഡ്രഗ് ഡീലർ, ടു സെൽ ഡ്രഗ്സ്. എൻഗേജ് ഓർ പാർട്ടിസിപ്പേറ്റ്, എന്താണ് എൻഗേജ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റി, ഇല്ലീഗൽ പ്രാക്ടീസസ്, ആക്ട്സ് ഓഫ് മൈൻഡ്ലെസ് വാൻഡലിസം. ഈ വാൻഡലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രോപ്പർട്ടീസിന്, ഇപ്പോൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന ആ ഒരു മീൻസ് അങ്ങനത്തെ ബോർഡുകളൊക്കെ നശിപ്പിക്കുന്നതിനെയാണ് വാൻഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, വാൻഡലർ എന്ന് പറയും. ഓക്കെ, ചെയ്യുന്നയാളെ അങ്ങനെ, അതായത് വിത്തൗട്ട് തോട്ട്, ചിന്തിക്കാതെ ചെയ്യുന്നതിനാണ് മൈൻഡ്ലെസ് വാൻഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി എന്താണ് മിസ്ഡീമിനർ എന്ന് പറയും. ചെറിയ ക്രൈമാണ് മിസ്ഡീമിനർ. ഓക്കെ, now steal somebody's, ആരുടെയെങ്കിലും വാലറ്റ് ഓഫ് പേഴ്സ് ഒക്കെ മോഷ്ടിക്കണം, സ്റ്റീൽ സംബഡീസ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ അതായത് സില്ലി ക്രൈം, ഇപ്പോൾ പെൻസിൽ മോഷ്ടിച്ചു, റബ്ബർ മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സാണ്. ഫിൽച്ച്, പിഞ്ച്, നിക്ക്. ഓക്കെ, കുറച്ച് വേർഡുണ്ട്. ഫിൽച്ച്, പിഞ്ച്, നിക്ക്, പിൽഫർ. അതായത് ചെറിയ കാര്യം. ഫിൽച്ച്, പിഞ്ച്, നിക്ക്, പിൽഫർ. ഓക്കെ, ഫിൽച്ച്, ഇതാണ് ഫിൽച്ച്, ചെറിയ കാര്യങ്ങളാണ്. അതിൻ്റെ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. പിൽഫർ ചെറിയ കാര്യങ്ങളാണ് കമ്പാരിറ്റീവ്ലി, ചെറിയ മോഷണം, ചെറിയ കള്ളൻ. ഫിൽച്ച്, steal something, especially something small or not valuable. അതിനെയാണ് ഫിൽച്ച് എന്ന് പറഞ്ഞാൽ. ഹൂസ് ഫിൽച്ച് മൈ പെൻസിൽസ്, ആരെൻ്റെ പെൻസിൽ മോഷ്ടിച്ചു. പിഞ്ച്, ഹൂസ് പിഞ്ച് മൈ പെൻസിൽ. സോ ഈ ഫിൽച്ചിന് പകരം വൊക്കാബുലറീസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഫിൽച്ച്ഡ്, പിഞ്ച്ഡ്, നിക്ഡ്, പിൽഫേർഡ്. ഓക്കെ, സെയിം മീനിങ് ആണ്. സ്റ്റീൽ, സ്വൈപ്പ് സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്യുക, മായ്ക്കളെ. അതുപോലെ തന്നെ ദർ ഇസ് ഓൾവേസ് സ്വൈപ്പിംഗ്, ദേ ആർ ഓൾവേസ് സ്വൈപ്പിംഗ് അതർ കിഡ്സ് സ്വീറ്റ്സ്. ഇനി നെക്സ്റ്റ് റോബ്, അടുത്ത വേർഡ് റോബർ, റോബറി.
ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ നിന്നൊക്കെ മോഷ്ടിക്കുന്നതിന് ഇഷ്ടംപോലെ ഷോപ്പ് ലിഫ്റ്റിംഗ് വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ വരാറില്ലേ. ഓക്കെ, കുറേ ആർട്ടിഫിഷ്യലാണ്, കുറേ കറക്റ്റാണ്. CCTV ഒക്കെ വെച്ച് പിടിക്കുന്നുണ്ട്. ഷോപ്പ് ലിഫ്റ്റർ അത് ചെയ്യുന്നതിന് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിൽഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ചെറിയ. ഷീ റെഗുലർലി പിൽഫർ സ്റ്റാൻഡ്സ് ഫ്രം വർക്ക്. പിൽഫറേജ് ആ ആക്ടിവിറ്റിനെ പറയുന്നതാണ് പിൽഫറർ. ഓക്കെ, പിൽഫറർ. ഇനി ഇൻസൈഡ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ബാങ്ക് തന്നെ മോഷ്ടിക്കുമ്പോൾ ഇൻസൈഡ് ജോബ്. ഓക്കെ, മഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കായ പ്ലേസിൽ മഗിൻ്റെ വേറെയാണ്. ഓക്കെ, മഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക്കായ പ്ലേസിൽ മോഷ്ടിക്കുന്ന വെച്ചാൽ ഈ പിടിച്ചു പറയുന്ന പറയത്തില്ലേ, അങ്ങനെ കത്തിയൊക്കെ കാണിച്ചിട്ട് അതിനെയാണ് മഗ് പറയുന്നത്. മഗ് ചെയ്യുന്നതാണ് മഗ്, പ്രവൃത്തിനെ മഗ്ഗി. അതായത് നമ്മളിപ്പോൾ മഗ്ഗിലല്ലേ ഇപ്പം ചിലപ്പം ഒന്നില്ലെങ്കിൽ കുളിക്കാനും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ മഗ് പോലത്തെ ചായയാണ് ഇപ്പോൾ കുടിക്കാറല്ലേ, ഗ്ലാസ്. മഗ്ഗി. നൗ ബ്രേക്ക് ഇൻറ്റു എന്ന് വെച്ചാൽ ആ കിടക്കുക മീൻസ് അതിക്രമിച്ച് കിടക്കുന്നത്. ബ്രേക്ക് ഇൻറ്റു ഹൗസ്, ഹോം ആൻഡ് അപ്പാർട്ട്മെൻറ്റ്. ഈ വീട്ടിലൊക്കെ മോഷ്ടിക്കുന്നതിനാണ് ബർഗ്ലർ. കൂടുതലായിട്ട് ബർഗ്ലറി. റോബറി എന്ന് പറയുമ്പോൾ ഒരു ആംഡ് ആയിട്ട് ഇവിടെ കയറിയിട്ട് ബാങ്ക് അങ്ങനത്തെ ഓഫീസിൽ. ബർഗ്ലറി എന്ന് പറയുമ്പോൾ സ്റ്റീലിംഗ് തിങ്സ് ഫ്രം ഇറ്റ്, ബിൽഡിംഗ്, entering a building and stealing things from it. അതിനാണ് ബർഗ്ലറി, ബർഗ്ലറൈസ്. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ അതിക്രമിച്ച് കിടക്കുന്നു. പോലീസ് were called to 3 break-ins in the same area last night. ഇനി ബ്രേക്കിംഗ് ആൻഡ് എൻട്രിങ്. ഹൗസ് ബ്രേക്കിംഗ്, വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്നു. ട്രെസ്പാസ്, ഇതിനകത്ത് ഒരു എസ്സേ ഉള്ളൂ. പിന്നെ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഒരു സ്ഥലത്തോടൊക്കെ ഇപ്പം ട്രെസ്പാസ് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ to enter land or building that you do not have a permission or the right to enter. അതായത് ഇങ്ങനെ ഒരു ഇപ്പം ട്രെസ്പാസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗാർഡനകത്തേക്കൊക്കെ ട്രെസ്പാസ് ചെയ്ത് അതിൽ അതിക്രമിച്ച് കിടക്കുക, അതിൽ കൂടെ കടന്നു പോകരുത്, അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡിൽ കൂടെ നടന്നിക്കരുതെന്ന് പറയുന്നതിനാണ് ട്രെസ്പാസ് ചെയ്യുക. ഓക്കെ, അത് പ്രൊഹിബിറ്റഡ് ആണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അത് ചെയ്യരുതെന്ന് ബോർഡ് ഉണ്ടാവും. He told me I was trespassing on private land. The sign on the fence, ആ ഫെൻസിൽ കാണുന്ന sign on the fence said no trespassing. ഇനി ചെയ്യുന്ന വ്യക്തിനെ ട്രെസ്പാസർ. ഹീസ്റ്റ്, വൺ സെക്കൻഡ്, ഹീസ്റ്റ് അല്ല, HIG ആ ഒരു ഹൈസ്റ്റ്. അത് ഹൈസ്റ്റിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച ഫിൽച്ച് പോലെയല്ല. ഹൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഷണം, വാല്യൂബിൾ ആയിട്ട് ബാങ്ക് ഹൈസ്റ്റ്, ഹയർ പൊസിഷനിൽ ഇരുന്ന് അടിപൊളിയായിട്ട് മോഷ്ടിക്കുന്നതിനാണ് ഹൈസ്റ്റ് എന്ന് പറയുന്നത്. ഡയമണ്ട്, ഇറ്റ് ഈസ് എ ടെൻസ് ത്രില്ലർ അബൌട്ട് എ ഡയമണ്ട് ഹൈസ്റ്റ് ദാറ്റ് ഗോസ് ബാഡ്ലി റോങ്. നല്ലൊരു ബുക്കാണ് ടെൻസ് ത്രില്ലർ അബൌട്ട് ഡയമണ്ട് ഹൈസ്റ്റ്. ഈ ഡയമണ്ട് ഹൈസ്റ്റ് അല്ലെങ്കിൽ പ്രേഷ്യസ് ആയ ഹൈസ്റ്റ് ആ ഒരു സിനിമ ഏതാ? ഇപ്പോൾ ധൂമൊക്കെ എന്ന് പറയുമ്പോൾ ധൂം 2 എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ മോഷണമല്ലേ, ഹൈഫൈഡ് മോഷണമാണ്. ഹോൾഡ് അപ്പ്, an act of stealing from a bank using a gun. Okay, അതിനാണ് ഹോൾഡ് അപ്പ്. ഈ ഹോൾഡ് അപ്പ് സംതിങ് എന്ന് വെച്ചാൽ സ്റ്റീൽ ഫ്രം ബാങ്ക് സ്റ്റോർ, ഹോൾഡ് അപ്പ് സംതിങ്. ഇനി ജോയ് റൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറും ബൈക്കൊക്കെ മോഷ്ടിച്ചിട്ട് പ്ലഷറിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യത്തില്ലേ, മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അടിച്ചു പൊളിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് ജോയ് റൈഡിങ് എന്ന് പറയുന്നത്. ഇനി ഹൈജാക്കിംഗ്, കാർജാക്കിംഗ് ഉണ്ട്, ഹൈജാക്ക് ഉണ്ട്, ഹൈജാക്കർ, ഹൈജാക്കിംഗ്. ഇനി കിഡ്നാപ്പിംഗ്, അതിനെ പറഞ്ഞാൽ കിഡ്നാപ്പിംഗ്, കിഡ്നാപ്പർ. ഓക്കെ, അബ്ഡക്റ്റ്, കിഡ്നാപ്പ് പോലത്തെ തന്നെയാണ് അബ്ഡക്റ്റ്. ടു ടേക്ക് സംബഡി അവേ ഇല്ലീഗലി എസ്പെഷ്യലി യൂസിങ് ഫോഴ്സ്. കിഡ്നാപ്പിങ്ങിന് പറയുന്ന വേറെ പേരാണ് അബ്ഡക്റ്റ്. അത് അബ്ഡക്റ്റ്.
അബ്ഡക്റ്റർ, ER അല്ല OR ആണ് അബ്ഡക്റ്റർ. മോഷ്ടിക്കുന്ന വ്യക്തി മീൻസ് മോഷ്ടിക്കുന്ന വ്യക്തിയല്ല, ആളെ എടുത്തുകൊണ്ട് കിഡ്നാപ്പ് ചെയ്യുന്ന വ്യക്തിനെ. അബ്ഡക്റ്റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഹൂ ഹാസ് ബീൻ അബ്ഡക്റ്റഡ്. ആരെ മോഷ്ടിച്ചുകൊണ്ടല്ല, ആരെ തട്ടിക്കൊണ്ട് പോയി ആ വ്യക്തിനെ പറയുന്ന പേരാണ് അബ്ഡക്റ്റീ. ചെയ്യുന്ന വ്യക്തിനെ അബ്ഡക്റ്റർ, അബ്ഡക്റ്റീ, അബ്ഡക്ഷൻ. ഓക്കെ. ഇനി വൈറ്റ് കോളർ ക്രൈംസ്. ഓക്കെ, വൈറ്റ് കോളർ ക്രൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാ ജോലി ചെയ്യുന്നതിനെയാണ് ബ്ലൂ കോളർ ക്രൈം എന്ന് ബ്ലൂ കോളർ എന്ന് പറയുന്നത്. വൈറ്റ് കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് വൈറ്റ് കോളർ. ഓക്കെ, 2 ടൈപ്പ് ജോലികളെ കുറിച്ചാണ് വൈറ്റ് കോളറും ബ്ലൂ കോളറും. അതിൻ്റെ ക്രൈമാണ് വൈറ്റ് കോളർ ക്രൈം, വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഹേസ്റ്റിൻ്റെ പോലെ. ഹേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഹൈസ്റ്റ്. ഹേ എന്നാണ് വരുന്നത്, ഹൈ ആണ്, HIGH. ഓക്കെ, അതിനെ ജസ്റ്റ് ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വൈറ്റ് കോളർ ക്രൈം കുറച്ച് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. വൈറ്റ് കോളർ ക്രൈം, അതിനകത്ത് എംബെസൽമെൻറ്റ്, ഇതിൻ്റെ ഒരു സ്പെല്ലിംഗ് നോക്കിക്കോ. അതായത് ഇപ്പോൾ നമ്മളൊരു വിശ്വസിച്ച ഒരാളെ പൈസ ഏൽപ്പിച്ചിട്ട് ആ പൈസ ഇങ്ങനെ ഈ ചിട്ടി കമ്പനി അങ്ങനത്തെ കമ്പനികളൊക്കെ ഇല്ലേ, അവരൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെയാണ് എംബെസൽമെൻറ്റ് എന്ന് പറയുന്നത്. MBE എന്ന് വരും, ZZLEMENT. ഓക്കെ, ഫോർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർജറി ഫേക്ക് ആയിട്ട് ഡോക്യുമെൻറ്റും കാര്യങ്ങളും ബാങ്ക് നോട്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നതിനാണ് ഫോർജറി എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം വൈറ്റ് കോളർ ഇതിനകത്ത് നിർത്താം. ഇത് സെക്കൻഡ് വീഡിയോ ആണ്. ഇനി എന്തായാലും 3rd ഉം 4th ഒക്കെ കാണും. താങ്ക് യു.